ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ എപ്പോഴും പരിപാലിക്കുന്ന, പരിലാളിക്കുന്ന ഒന്നാണ്. നാം ഒരു ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു പ്രയാസം അല്ലെങ്കിൽ ദുഃഖം തോന്നുമ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണ് എങ്കിൽ ഒരു വളരെ വലിയ ആശ്വാസം നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുവാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളെയും സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. വളരെ വ്യക്തമായി, ക്രമബദ്ധമായി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളെയും ഈ വിശുദ്ധ വേദപുസ്തകം തൊടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എഴുത്തുകാരനായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി ആശ്രയിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മെ എപ്പോഴും ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മുൻപേ നടന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരെക്കുറിച്ചുള്ള നമ്മുടെ ഈ പഠനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗസ്നായ പിതാവേ, അടിയങ്ങൾക്ക് വേണ്ടി അങ്ങ് തന്നിരിക്കുന്ന ഈ അമൂല്യമായ പുസ്തകത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നീ അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളിലൂടെ നീ അങ്ങയെ തന്നെ അടിയങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടിയങ്ങൾ ഈ വിശുദ്ധ വേദ വചനം പഠിക്കുമ്പോൾ അടിയങ്ങളുടെ ജീവിതത്തിന് അതൊരു മുതൽക്കൂട്ടായി തീരുവാൻ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കൂടെ അങ്ങ് എല്ലായ്പ്പോഴും ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, സകല മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് മുൻപേ നടന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതങ്ങളെപ്പറ്റിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നാം പഠിക്കുവാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ്. സ്വന്തം വിശ്വാസം കൊണ്ടും മറ്റൊരു വ്യക്തിയുടെ വിശ്വാസം എങ്ങനെ ധൈര്യപ്പെടുത്താമെന്നും ഈ വ്യക്തി നമ്മോട് പറയുന്നുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വിശ്വാസം നാം കണ്ടുപഠിക്കണം. നോഹയുടെ ജീവിതത്തിലെ അനുസരണം നാം കണ്ടുപഠിക്കണം. യോശുവയുടെ ജീവിതത്തിലെ പ്രത്യാശ നാം കണ്ടുപഠിക്കണം. എന്നാൽ ഇവിടെ നാം പഠിക്കുവാൻ പോകുന്ന ഈ വ്യക്തി ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യാവ് തൻ്റെ വിശ്വാസം സൂക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, തൻ്റെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളുടെയും വിശ്വാസമാവുന്ന മതിൽ പണിത് ഉയർത്തുകയും കൂടിയാണ് ചെയ്തത്. നമുക്ക് പ്രാർത്ഥനാപൂർവം പോകാം. നെഹമ്യ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. നെഹമ്യാവിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്: ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരു വ്യക്തിയുടെ ചരിത്രം എപ്രകാരമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇടം പിടിച്ചത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചരിത്രം എപ്രകാരമാണ് ഇന്ന് എന്നെയും നിങ്ങളെയും സ്വാധീനിക്കുന്നത്? അത് അറിയണമെങ്കിൽ നെഹമ്യാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം കൂടുതൽ പഠിക്കണം. നെഹമ്യാവ് തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന മൂല്യങ്ങളെപ്പറ്റി നാം കൂടുതൽ പഠിക്കണം. അതിലെല്ലാം ഉപരിയായിട്ട് നെഹമ്യാവ് മറ്റ് വ്യക്തികളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിച്ചു എന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അങ്ങനെയാകുന്നുവെങ്കിൽ ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം ഇന്ന് എന്നെയും നിങ്ങളെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. വിശ്വാസമാകുന്ന മതിൽ എപ്രകാരം പണിയാം എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, കാരണം നെഹമ്യ പ്രവാചകൻ വിശ്വാസമാകുന്ന കല്ലുകൊണ്ടാണ് യെരുശലേമിൻ്റെ ഇടിഞ്ഞു കിടന്നിരുന്ന മതിലിനെയും വാതിലുകളെയും പണി പുതുക്കി പണിതതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നെഹമ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദായിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. ഇവിടെ ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യ പ്രവാചകൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ചില സുഹൃത്തുക്കൾ അവനെ കാണാൻ വരികയാണ്.
നെഹമ്യാ പ്രവാചകൻ്റെ സുഹൃത്തുക്കൾ അവനെ കാണുവാൻ വന്നപ്പോൾ നെഹമ്യാ പ്രവാചകൻ അവരോട് യെരുശലേമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ചോദിക്കുകയാണ്. പ്രവാസത്തിൽ നിന്നും തെറ്റിയൊഴിഞ്ഞു പോയ അവൻ്റെ സഹോദരങ്ങളെ പറ്റി ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ വാക്യത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നെബൂഖദ്നേസർ എന്ന രാജാവിൻ്റെ കീഴിൽ യെരുശലേം ജനങ്ങൾ ഇപ്പോൾ അടിമത്വം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെ പിടിച്ചടക്കി ഓരോ നിവാസികളെയും പ്രവാസ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം നെബൂഖദ്നേസർ രാജാവ് പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ജനങ്ങളിൽ തെറ്റി ഒഴിഞ്ഞു പോയിരുന്ന അവൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് നെഹമ്യാ പ്രവാചകൻ ഇപ്രകാരം തൻ്റെ കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ ആ കൂട്ടുകാർ ഇപ്രകാരം ഉത്തരം പറയുകയാണ്. അതിന് അവർ എന്നോട്, എൻ്റെ സുഹൃത്തുക്കൾ നെഹമ്യാവായ എന്നോട് ഇപ്രകാരം ഉത്തരം പറയുകയാണ്: പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടതയിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വച്ചും കിടക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വളരെ സങ്കടകരമായ ഒരു ചിത്രമാണ് ഇവിടെ നെഹമ്യാ പ്രവാചകൻ്റെ സുഹൃത്തുക്കൾ അവന് മുമ്പിൽ വരച്ചു കാട്ടുന്നത്. പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ നമ്മുടെ സഹോദരങ്ങൾ അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടതയിലായിരിക്കുന്നു. അവരുടെ ജീവിതം ഇന്ന് കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും കണ്ണീരിലുമാണ്. അവരുടെ ജീവിതം ഇന്ന് എപ്പോഴും വേദനിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ശേഷം പറയുകയാണ്, യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ അഗ്നിക്ക് ഇരയായി കിടക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അപ്പോൾ അവരുടെ മതിൽ, യെരുശലേമിൻ്റെ മതിലും വാതിലുകളും ഇടിഞ്ഞ് നശിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ. ഒരു മതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ, ഒരു ഭവനത്തിൻ്റെ പ്രതിരോധത്തെയാണ് മതിൽ അർത്ഥമാക്കുന്നത്. അങ്ങനെ ആകുന്നുവെങ്കിൽ യെരുശലേമിൻ്റെ പ്രതിരോധം, യെരുശലേമിൻ്റെ മതിലും അതിൻ്റെ വാതിലുകളും ഇന്ന് ഇടിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസമാകുന്ന മതിൽ ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ നാം കഷ്ടത അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടതയും ബുദ്ധിമുട്ടും ദുഃഖവും ദുരിതവും എല്ലാം അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമാകുന്ന മതിൽ ഇല്ല എങ്കിൽ. ഇന്ന് നിങ്ങളുടെ വിശ്വാസമാകുന്ന മതിൽ എങ്ങനെയാണ്? ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തമായ ഒരു അടിത്തറയുണ്ടോ? അങ്ങനെ ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ഒരു സുവിശേഷം നൽകുകയാണ്. യെരൂശലേം, സമാധാനത്തിൻ്റെ നഗരം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസമാകുന്ന മതിലിനെ ദൈവം പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ വിശ്വാസമാകുന്ന മതിലിനെ ഏറ്റവും സമ്പുഷ്ടമായി പണിത് നിങ്ങളെ സമാധാനത്തിൻ്റെ നഗരമായ യെരൂശലേമിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് പോകാം ആ ദൈവത്തോട് ഒപ്പം. നെഹമ്യാ പ്രവചനം 1-ാം അധ്യായം 3-ാം വാക്യം ഒരിക്കൽ കൂടി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ അവൻ്റെ സഹോദരങ്ങൾ കഷ്ടതയിൽ ആയിരിക്കുന്നു. അപ്പോൾ നെഹമ്യാ പ്രവാചകൻ മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, മനസ്സിൽ തീരുമാനിക്കുകയാണ്, എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ, എൻ്റെ ദേശത്തിൻ്റെ ആ മതിൽ പണിത് ഉയർത്തണം. അഗ്നിക്ക് ഇരയായി കിടക്കുന്ന യെരൂശലേമിൻ്റെ ഓരോ വാതിലുകളും എനിക്ക് പുനഃപ്രതിഷ്ഠിക്കണം. അത്തരത്തിൽ ഒരു ആഗ്രഹം ഇപ്പോൾ നെഹമ്യാ പ്രവാചകൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നു. എപ്രകാരം നമുക്ക് വിശ്വാസമാകുന്ന മതിൽ പണിത് ഉയർത്തുവാൻ സാധിക്കും? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നെഹമ്യാ പ്രവാചകൻ്റെ പുസ്തകം മതിൽ പണിയുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് നമ്മോട് എപ്പോഴും സംസാരിക്കുന്നത്. നെഹമ്യാ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു,
കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, തൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഇത്രയും മോശകരമായ യെരൂശലേമിൻ്റെ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ സഹവിശ്വാസികളുടെയോ വിശ്വാസമാകുന്ന മതിൽ പണിയണമെങ്കിൽ നാം അവർക്ക് വേണ്ടി കരയണം, നാം അവർക്ക് വേണ്ടി ഉപവസിക്കണം, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രക്ഷാ സൈന്യത്തിൻ്റെ സ്ഥാപകനായ വില്യം ബൂത്ത് ഇപ്രകാരം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് ഈ നഗരത്തെയോർത്ത് കരയുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, നിങ്ങൾക്ക് ഈ നഗരത്തിൽ വസിക്കുന്ന ജനങ്ങളെയോർത്ത് വിലപിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ ഉപയോഗിക്കുവാൻ എനിക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ സഹജീവികളെക്കുറിച്ച് നാം അത്രത്തോളം കരുതലുണ്ടായിരിക്കണം. അവരുടെ കഷ്ടപ്പാട്, അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ ദുഃഖം അത് എൻ്റേതാണെന്ന് കൂടി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസമാകുന്ന മതിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നെഹമ്യാ പ്രവചനം 6-ാം അധ്യായം 15-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്, ഇങ്ങനെ മതിൽ 52 ദിവസം കൊണ്ട് പണിത് എലോൽ മാസം 25-ാം തീയതി തീർത്തു. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇങ്ങനെ കേവലം 52 ദിവസം കൊണ്ട് മതിലിൻ്റെ പണി നെഹമ്യാ പ്രവാചകൻ തീർത്തിരിക്കുന്നു. 52 സംവത്സരങ്ങളായിട്ട്, കുറച്ച് അധികം വർഷങ്ങളായിട്ട് പണിയുവാൻ സാധിക്കാത്ത ഒരു മതിൽ, അതിൻ്റെ പ്രവേശന കവാടങ്ങൾ, അതിൻ്റെ വാതിലുകൾ ഇവിടെ കേവലം 52 ദിവസം കൊണ്ട് നെഹമ്യാ പ്രവാചകന് പുനർനിർമ്മിക്കുവാൻ സാധിച്ചുവെങ്കിൽ അതിൻ്റെ കാരണം മറ്റ് ഒന്നുമായിരുന്നില്ല, ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസമായിരുന്നു, ദൈവത്തോടുള്ള അവൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായാണ് നെഹമ്യാ പ്രവാചകൻ ആ മതിലിൻ്റെ പണി 52 ദിവസം കൊണ്ട് തീർത്തത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മുടെ വിശ്വാസമാവുന്ന മതിൽ എപ്രകാരമാണ്? അത് യെരൂശലേമിൻ്റെ മതിൽ പോലെ ഇടിഞ്ഞു കിടക്കുകയാണോ? അത് യെരൂശലേമിൻ്റെ വാതിലുകൾ പോലെ അഗ്നിക്ക് ഇരയായി കിടക്കുകയാണോ? അങ്ങനെയാകുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് കഷ്ടതയിലായിരിക്കും. ആ കഷ്ടതയിൽ നിന്ന് യെരൂശലേമിലേക്ക്, സമാധാനത്തിൻ്റെ നഗരത്തിലേക്ക് നാം പോകണമെങ്കിൽ നമ്മുടെ വിശ്വാസമാവുന്ന മതിൽ നാം പണിത് ഉയർത്തേണ്ടിയിരിക്കുന്നു. നെഹമ്യാ പ്രവാചകൻ എപ്രകാരം ചെയ്തുവോ, ദൈവത്തിൽ വിശ്വസിച്ച് നമുക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തെ നാൾക്കുനാൾ ദൃഢീകരിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നെഹമ്യാവിൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ, വിശ്വാസത്തിൽ അടിയുറച്ച പ്രാർത്ഥനയുടെ കുറച്ച് ഭാഗങ്ങളെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം പ്രതിനിധീകരണ പ്രാർത്ഥന. നെഹമ്യാ പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ അന്തസത്തയായിരുന്നു പ്രതിനിധീകരണ പ്രാർത്ഥന. നെഹമ്യാ പ്രവചനം അതിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും. ഇവിടെ പറയുക, നെഹമ്യാ പ്രവാചകൻ പറയുകയാണ്, സ്വർഗത്തിലെ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നെഹമ്യാ പ്രവാചകൻ രാവും പകലും പ്രാർത്ഥിക്കുകയാണ്. അത് പക്ഷേ നെഹമ്യാ പ്രവാചകന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയായിരുന്നു. ഇസ്രായേൽ കുലത്തെ മുഴുവൻ പ്രതിനിധീകരിച്ച, അല്ലെങ്കിൽ ഇസ്രായേൽ കുലത്തിൻ്റെ മുഴുവൻ മുൻപിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഇപ്പോൾ നെഹമ്യാ പ്രവാചകൻ അപേക്ഷിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിലും ഇത്തരത്തിൽ പ്രതിനിധീകരണ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നമ്മുടെ സഹജീവികളുടെ വിശ്വാസമാവുന്ന മതിൽ പണിതുയർത്തുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം അവരെ പ്രതിനിധീകരിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നാം ഓരോരുത്തരും ഓരോ അഭിനവ നെഹമ്യാമാരാണ്. നമ്മുടെ സഹജീവികളുടെ,
സഹവിശ്വാസികളുടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമാണ്. അത്തരത്തിൽ ഒരു ഉത്തരവാദിത്വം പരിപൂർണമായി നിങ്ങൾക്ക് നിറവേറ്റണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രതിനിധീകരണ പ്രാർത്ഥന സ്ഥലം കണ്ടേ തീരൂ. നിങ്ങളുടെ സഹജീവികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് മുഴുവൻ വേണ്ടി നെഹമ്യ പ്രവാചകൻ രാവും പകലും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട് ഉപവസിച്ച് പ്രാർത്ഥിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അടുത്തത് പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥന. നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രതിനിധീകരണ പ്രാർത്ഥന മാത്രം നടത്തിയാൽ പോരാ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ പശ്ചാത്താപം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറിമുറിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ വരിക. യോവേൽ പ്രവചനം പറയുകയാണ്, നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി മുറിച്ച് ഇപ്പോഴെങ്കിലും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. അതേ ഒരു പശ്ചാത്താപത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ഇവിടെ 1-ാം അധ്യായം 6-ാം വാക്യം ഒരിക്കൽ കൂടി ഇപ്രകാരം പറയുന്നു, ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നെഹമ്യ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ യഥാർത്ഥ പശ്ചാത്താപത്തിൽ നിന്നുകൊണ്ടാണ്. അവൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശ്വാസത്തോടൊപ്പം പശ്ചാത്താപവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നെഹമ്യ പ്രവാചകൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇപ്രകാരം ഒരു പ്രാർത്ഥന വരുന്നത്, ദൈവമേ, ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന സകല പാപങ്ങളെയും സകല അന്യായങ്ങളെയും സകല ലംഘനങ്ങളെയും നീ ഇന്ന് പൊറുക്കണമേ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാം എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുവാനായി മുട്ടുകുത്തുന്നുവോ, നാം എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നുവോ, അപ്പോഴെല്ലാം നാം തുറന്ന ഒരു ഹൃദയവുമായി അവൻ്റെ മുൻപിലേക്ക് ചെല്ലണം. നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മളുടെ വിചാരങ്ങളിൽ, നമ്മളുടെ വികാരങ്ങളിൽ, നമ്മളുടെ ചിന്തയിൽ നാം വരുത്തി വച്ചിരിക്കുന്ന ഓരോ പാപങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പാകെ തുറന്ന് വയ്ക്കണം. അതിൽ പശ്ചാത്തപിക്കണം. ആ പശ്ചാത്താപത്തിൽ നിന്നായിരിക്കണം യഥാർത്ഥമായ പ്രാർത്ഥന ഉറവിടുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇനി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്കായി നമുക്ക് ക്ഷമയാചിക്കാം. അത്തരത്തിൽ പശ്ചാത്താപത്തിൻ്റെ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ക്രിസ്തുയേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെയും നിങ്ങളെയും കഴുകും. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ രക്ഷ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം ഇപ്പോഴും നമ്മെ പണിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാം പശ്ചാത്താപിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ക്രിസ്തുയേശുവിൻ്റെ അതേ രക്തം കൊണ്ട്, അതേ ചൂടുള്ള ആ രക്തം കൊണ്ട് അവൻ നമ്മെ കഴുകും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ നെഹമ്യ പ്രവാചകനും തൻ്റെ പാപങ്ങളെയും ഇസ്രായേൽ മക്കളുടെ പാപങ്ങളെയും വഹിച്ചുകൊണ്ട് അതിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നെഹമ്യ പ്രവാചകൻ എന്ന മതിൽ പണിക്കാരൻ്റെ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗങ്ങളിൽ 1 പ്രതിനിധീകരണ പ്രാർത്ഥനയായിരുന്നു, 2 പശ്ചാത്താപത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു, 3 ഓർമ്മപ്പെടുത്തലിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന. നെഹമ്യ പ്രവാചകൻ 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനയെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെ എത്തിയാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോരും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നെഹമ്യ പ്രവാചകൻ ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ അവൻ ദൈവമായ യഹോവയല്ല ഓർമ്മപ്പെടുത്തിയത്, മറിച്ച് അവൻ്റെ സഹോദരങ്ങളായ ഓരോ ഇസ്രായേൽ മക്കളോടും അവനൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, അവനൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. ഇസ്രായേൽ മക്കൾ ദ്രോഹം ചെയ്തിരുന്നു. അവർ കൽപ്പനകളെ ലംഘിച്ചിരുന്നു. അവർ ദൈവത്തിൽ നിന്ന് എന്നോ പോയി മറഞ്ഞിരുന്നു.
അതിൻ്റെ ഫലമായിട്ടാണ് ദൈവം അവർക്ക് ഒരു ശിക്ഷ കൊടുത്തത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ മക്കൾ പ്രവാസ ജീവിതം ആരംഭിക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിൽ കഴിയുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഓരോ ഇസ്രായേലിലും ആലോചിക്കുന്നുണ്ടായിരിക്കാം, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ജനമായ ഞങ്ങൾക്ക് ഈ അടിമത്തം പേറേണ്ടി വന്നു. അപ്രകാരം ഒരു ചിന്ത ഇസ്രായേൽ മകനിൽ വന്നപ്പോൾ നെഹമ്യാ പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങൾ ദ്രോഹം ചെയ്താൽ അവൻ നിങ്ങളെ ചിഹ്നിച്ചു കളയും. അതിനുശേഷം ഇപ്രകാരം ഒരു സുവിശേഷം കൂടി നെഹമ്യാ പ്രവാചകൻ പങ്കുവെക്കുകയാണ്. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ഈ ലോകത്തിൻ്റെ ഏത് അറുതി വരെ പോയാലും അവരെയെല്ലാം ഞാൻ അവിടെ നിന്ന് ശേഖരിച്ച് എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ നാമം സ്ഥാപിക്കുവാൻ പോകുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുവരും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നെഹമ്യാ പ്രവാചകൻ തൻ്റെ പ്രാർത്ഥനയിലൂടെ ഇസ്രായേൽ മക്കളെ ഒരു പാപബോധം വരുത്തി, അവരെ ദൈവത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു ശ്രമം നടത്തി. അപ്രകാരം നെഹമ്യാ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാവുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഒരു തിരിച്ച് നടത്തം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ എത്രത്തോളം ചിഹ്നിച്ചു തിരിയാലും, നിങ്ങളുടെ സഹോദരന്മാർ ഈ ലോകത്തിൻ്റെ ഏതൊക്കെ അതിർത്തി വരെ പോയാലും അവരെയെല്ലാം ഞാൻ തിരിച്ച് കൊണ്ടുവരും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമുക്ക് വിശ്വാസമാകുന്ന മതിൽ പണിയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മൂല്യങ്ങൾ ഇവയാണ്: പ്രാർത്ഥന, വിശ്വാസം. ആ പ്രാർത്ഥനയുടെ ഭാഗമായി നിങ്ങളിൽ പ്രതിനിധീകരണ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ പ്രതിനിധീകരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. 2, നിങ്ങളിൽ പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പാപങ്ങൾ ദൈവത്തോട് തുറന്നു പറഞ്ഞ് പശ്ചാത്താപത്തിൽ നിന്നും യഥാർത്ഥമായ നിങ്ങളുടെ പ്രാർത്ഥന വരണം. 3, ഓർമ്മപ്പെടുത്തലിൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിങ്ങളെ ശേഖരിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ വിശ്വാസമാകുന്ന പ്രതിരോധത്തിൻ്റെ മതിൽ എപ്രകാരമാണ്? വിശ്വാസമാകുന്ന ആ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ പിശാചിന് ഏതു സമയത്തും നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. എന്നാൽ വിശ്വാസമാകുന്ന കോട്ടകെട്ടി നാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിശാചിന് ഒരിക്കലും നമ്മുടെ വിശ്വാസ ജീവിതത്തെ പ്രതികൂലമാക്കുവാൻ സാധിക്കുകയില്ല. അവനൊരിക്കലും നമ്മോടുള്ള പോരാട്ടത്തിൽ ഒരു വിജയിയായി തീരുവാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയാണ്? നെഹമ്യാ പ്രവാചകൻ വിശ്വാസമാവുന്ന കല്ലുകൊണ്ട് ഓരോ യെരുശലേമിൻ്റെ ഹൃദയത്തിനകത്തും വിശ്വാസത്തിൻ്റെ മതിൽ പണിതതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ശക്തമായ ദൃഢമായ ഒരു വിശ്വാസമുണ്ടോ? നമ്മുടെ ജീവിതം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണോ എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. നാം ഇന്ന് കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ വിശ്വാസമാകുന്ന മതിൽ ഇടിഞ്ഞ് കിടക്കുന്നു. നമുക്ക് പോകാം. നെഹമ്യാ പ്രവാചകൻ എപ്രകാരം വിശ്വാസമാകുന്ന ആ മതിൽ പണിതുയർത്തിയോ അതുപോലെ പ്രാർത്ഥന എന്ന അടിസ്ഥാനത്തിൽ നമുക്കും ആ മതിൽ പണിതുയർത്താം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്വനായ പിതാവേ, അടിയങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന ദൈവമേ, ഈ നിമിഷം അടിയങ്ങളുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും കുറവശങ്ങളും ലംഘനങ്ങളുമെല്ലാം ഈ നിമിഷം കർത്താവേ അങ്ങയിലേക്ക് തുറന്നു വച്ചിരിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നീ അടിയങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. അടിയങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസമാകുന്ന മതിലിനെ നീ ദൃഢീകരിച്ച് വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും സമാധാനവും എപ്പോഴും അടിയങ്ങളുടെ കൂടെ ഇരുന്നാട്ടെ. സകല മാനവ മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.